ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അച്ചോ, ഏത് കലണ്ടറാണ് ശരി? ഗ്രിഗോറിയൻ കലണ്ടറോ ജൂലിയൻ കലണ്ടറോ? നമ്മുടെ യാക്കോബായ ഓർത്തഡോക്സ് സഭകളിലെ ആഘോഷങ്ങൾ, തിരുക്കർമ്മങ്ങളെല്ലാം 13 ദിവസത്തെ വ്യത്യാസത്തിലാണ് വരുന്നത്. അവർ ജൂലിയൻ കലണ്ടറാണ് പിന്തുടരുന്നത്. നമ്മൾ കത്തോലിക്കർ ഗ്രിഗോറിയൻ കലണ്ടറും. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? ഇക്കാര്യത്തിലും നമുക്ക് യോജിപ്പിലെത്താൻ പറ്റുന്നില്ലേ? BC 46 ക്രിസ്തുവിന് മുമ്പ് 46 ജൂലിയസ് സീസർ പ്രാബല്യത്തിൽ വരുത്തിയ കലണ്ടറിനെയാണ് അദ്ദേഹം തീരുമാനിച്ചത് 46, പിന്നത്തെ വർഷം 45 നടപ്പിലാക്കി. ആ കലണ്ടർ അല്ലെങ്കിൽ പഞ്ചാംഗത്തെയാണ് ജൂലിയൻ കലണ്ടർ എന്ന് വിളിക്കുന്നത്. അതുവരെ റോമായിൽ ഉണ്ടായിരുന്നത് ചാന്ദ്രമാസ കലണ്ടറാണ്, ചന്ദ്രനെ കേന്ദ്രീകരിച്ചുള്ളത്. അപ്പോൾ 28 ദിവസമാണ് ചാന്ദ്രമാസം. അപ്പോൾ ചാന്ദ്രമാസം ഇപ്പം നമ്മുടെ ഹിജറ വർഷം മുസ്ലിം സഹോദരന്മാർ ഫോളോ ചെയ്യുന്നത് ചാന്ദ്രമാസമാണ്. 28 ദിവസമാണ് ചന്ദ്രമാസത്തിൽ. അപ്പോൾ അതിനെ പിന്തുടർന്നുള്ള ഒരു കലണ്ടറായിരുന്നു റോമായിൽ ഉണ്ടായിരുന്നത്. സൂര്യ വത്സരത്തേക്കാൾ 10 ദിവസങ്ങൾ കുറവാണത്. എല്ലാ 3 മാസം കൂടുമ്പോഴും ഒരു പ്രശ്നമാവും അല്ലേ? 10 ദിവസത്തോളം കുറവുണ്ടല്ലോ. 3 മാസം കൂടുമ്പോൾ പ്രശ്നം വരികയാണ്. വസന്തകാലത്തെ തിരുനാൾ ശൈത്യകാലത്ത് ആഘോഷിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പം അത് മാറ്റാനായി, റോമാ സാമ്രാജ്യത്തിൽ മാറ്റാനായി സൂര്യവർഷത്തെ അടിസ്ഥാനമാക്കിയുള്ള സൂര്യ പഞ്ചാംഗത്തിന് രൂപം കൊടുക്കുകയാണ് ജൂലിയസ് സീസർ ചെയ്തത്. ഈജിപ്തിൽ പാർത്തിരുന്ന ഒരു ഗ്രീക്ക് ജ്യോത്സ്യനുണ്ടായിരുന്നു. അലക്സാണ്ട്രിയയിലെ സൊസീജനസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ റോമായിൽ കൊണ്ടുവന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്ത രീതി അനുസരിച്ചാണ് ജൂലിയസ് സീസർ ഈ സൂര്യ പഞ്ചാംഗം തയ്യാറാക്കിയത്. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ഈ ജ്യോത്സ്യൻ പാർത്തിരുന്ന സ്ഥലത്ത് ചാന്ദ്രമാസത്തെ പിന്തുടർന്നുള്ള കലണ്ടർ അല്ല, സൂര്യമാസത്തെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറായിരുന്നു, വത്സരത്തെ അടിസ്ഥാനമാക്കിയുള്ളത്. അത് റോമായിൽ നടപ്പാക്കാനാണ് ആ ജ്യോത്സ്യൻ പറഞ്ഞതും ജൂലിയസ് സീസർ നടപ്പാക്കിയതും. ഈ വത്സരം, സൂര്യ ദിവസം ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഒരല്പം ശാസ്ത്രം അറിയുന്നത് നല്ലതാണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെ. ഭൂമി ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും 46 സെക്കൻഡുമാണ്. അതിനെ നമ്മൾ സാധാരണ പറയുന്നത് 365.2422 365.2422 എന്നാണ് കണക്കാക്കണേ. ഇതിനെയാണ് ഒരു സൂര്യവത്സരം എന്ന് പറയണേ. ഭൂമി സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും 46 സെക്കൻഡും. ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഭൂമിയെ നീ ഒരു റൗണ്ട് ഫിഗറാക്കി ഒന്ന് സൂര്യന് ചുറ്റി വരൂ, ഒന്നിലും 365 അല്ലെങ്കിൽ 366 എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പ്രകൃതിയിലെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഭൂമി സൂര്യനെ കറങ്ങുന്ന ആ സമയം അത് നമുക്ക് മാറ്റാൻ നോക്കില്ല. അതിനോട് നമുക്ക് ഇണങ്ങിപ്പോകാനേ കഴിയൂ. അപ്പോൾ ഈ സൂര്യവത്സരത്തെ, ഈ പറഞ്ഞ ദിവസം, ഇങ്ങനെയുള്ള ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറെയാണ് സൂര്യ പഞ്ചാംഗം എന്ന് പറയുന്നത്. 12 മാസങ്ങളും 365 ദിവസങ്ങളുമുള്ള വർഷമാണിത്. അതായത് സൂര്യനെ വലയം ചെയ്യാനുള്ള സമയത്തിലെ 6 മണിക്കൂറോളം, കൃത്യമായി പറഞ്ഞാൽ 5 മണിക്കൂർ 48 മിനിറ്റ് 46 സെക്കൻഡ് വിട്ട് കളഞ്ഞിട്ടാണ് ഈ സൂര്യ പഞ്ചാംഗം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ദിവസത്തിൻ്റെ 4/1 വിട്ട് കളഞ്ഞു. ഈ ജൂലിയൻ കലണ്ടറിനെ കുറിച്ചാണ് ഞാൻ പറയണേ. 4 വത്സരം കൂടുമ്പോൾ ഏകദേശം ഒരു ദിവസത്തെ ദൈർഘ്യമാകും. അതിനാൽ എല്ലാ 4 വർഷം കൂടുമ്പോഴും ഒരു ദിവസം കൂടും. അപ്പോൾ 366 ദിവസമാകും. അതിൻ്റെ ദശാംശം കണക്കാക്കുമ്പോൾ ഓരോ വത്സരവും 365.25 ദിവസങ്ങൾ. അതായത് 12 മാസങ്ങൾ, 365 ദിവസങ്ങൾ, എല്ലാ 4 വർഷം കൂടുമ്പോഴും ഒരു ദിവസം കൂടുതൽ. അതിന് നമ്മൾ അതിവർഷം എന്ന് പറയും. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. സൂര്യവത്സരത്തേക്കാൾ 11 മണിക്കൂറും 14 സെക്കൻഡും കൂടുതലാണിത്. അതായത് എല്ലാ 128 സംവത്സരം കൂടുമ്പോഴും ഏകദേശം ഒരു ദിവസത്തെ വ്യതിചലനം സംഭവിക്കും. 128 വർഷങ്ങൾ കഴിയുമ്പോൾ 1250 വത്സരങ്ങൾ കഴിയുമ്പോഴോ 10 ദിവസത്തെ വ്യതിയാനം വരും.
അപ്പോൾ ജൂലി സീസർ ഇത് ആരംഭിച്ചത്, തീരുമാനം എടുത്തത് BC 46, നടപ്പാക്കിയത് BC 45. അവിടെ നിന്ന് 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ 1250 ദിവസം കഴിയുമ്പോൾ 10 ദിവസത്തെ വ്യത്യാസം വരില്ലോ. ഈ 16-ാം നൂറ്റാണ്ടിൽ 1582 10 ദിവസത്തെ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ 10 ദിവസത്തെ വ്യത്യാസം പരിഹരിക്കാൻ അന്നത്തെ ഗ്രിഗറി 13-ാമൻ മാർപ്പാപ്പ, അദ്ദേഹം 1572 മുതൽ 1585 വരെയാണ് കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായിരുന്നത്. അദ്ദേഹം 1552 ഈ 10 ദിവസത്തെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അത് ഈ കലണ്ടറിന്റെ പ്രശ്നമാണ്. ആ 10 ദിവസത്തെ വ്യത്യാസം മാറ്റാനായിട്ട് ഗ്രിഗറി 13-ാമൻ മാർപ്പാപ്പ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ കലണ്ടർ ഒന്ന് റീഡിഫൈൻ ചെയ്തു. ആദ്യം അദ്ദേഹം ചെയ്തത് ഈ 10 ദിവസം കിഴിച്ചു കളഞ്ഞു. 1552 അദ്ദേഹം ഈ 10 ദിവസം കലണ്ടറിൽ നിന്ന് കിഴിച്ചു കളഞ്ഞു. 1552 ഒക്ടോബർ 4 വ്യാഴം കഴിഞ്ഞ് നേരെ ഒക്ടോബർ 15 വെള്ളിയാഴ്ച. 1552 ഒക്ടോബർ 4 കഴിഞ്ഞ് നേരെ 15ലേക്ക് പോയി. അതായത് 5 മുതൽ 14 വരെയുള്ള 10 ദിവസങ്ങൾ കിഴിച്ചു കളഞ്ഞു, റദ്ദ് ചെയ്തു 1552 കലണ്ടറിൽ നിന്ന്. അതാണ്. അപ്പോൾ ഈ 10 ദിവസത്തെ വ്യത്യാസം അതിലൂടെ കിഴിച്ചു കളഞ്ഞു. പിന്നെ ഇതുപോലെ എല്ലാ 1250 വർഷം കഴിയുമ്പോഴും 10 ദിവസത്തെ വ്യത്യാസം വരാതിരിക്കാൻ അദ്ദേഹം വേറെ 2 കാര്യങ്ങൾ കൂടി ചെയ്തു. 4 വത്സരം കൂടുമ്പോഴുള്ള അതിവർഷം അല്ലേ, അത് ഉണ്ടാകും. ഈ ഫെബ്രുവരി 29, അതായത് അന്ന് റോമായിലെ ഏറ്റവും ചെറിയ മാസമായിരുന്നു ഫെബ്രുവരി 28. അതിൽ ഒരു ദിവസം കൂട്ടി ഫെബ്രുവരി 29 ആക്കുക. ഇപ്പോൾ നമുക്കറിയാതെ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരി 29 ഉണ്ടാവും. ആ അതിവർഷം നിലനിർത്തുക, അതാണ് അടുത്തൊരു കാര്യം. അപ്പോൾ 10 ദിവസം കിഴിച്ചു കളഞ്ഞു ഒന്നാമതായി. പിന്നെ ഈ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരി 29 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദിവസം അതിവർഷം നിലനിർത്തുക. ഒരു കാര്യം കൂടി അദ്ദേഹം ചെയ്തു. ഈ 100 കൊണ്ട് ഹരിക്കാവുന്ന സംവത്സരങ്ങൾ അതിവത്സരങ്ങളല്ല, അവയെ 400 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, 400 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നെങ്കിൽ അത് അതിവർഷമാണ്. അങ്ങനെ കഴിയാത്ത ഈ നൂറ്റാണ്ട് വർഷങ്ങളുണ്ടല്ലോ, അത് അതിവർഷങ്ങളല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1700, 1800, 1900 എന്നിവ അതിവർഷങ്ങളല്ല. എന്നാൽ 400 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന വത്സരങ്ങൾ അതിവർഷമാണ് താനും. ഉദാഹരണം 1600 അല്ലെങ്കിൽ 2000. ഇപ്പൊ 2000 നമ്മുടെ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. 2000 അതിവർഷം ആയിരുന്നില്ല. അപ്പോൾ ഈ 400 കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത നൂറ്റാണ്ട് വർഷങ്ങൾ, നൂറ്റാണ്ട് വർഷത്തിൽ 1700, 1800, 1900 അങ്ങനെ വരുന്ന വത്സരങ്ങൾ അതിവർഷങ്ങളല്ല. അപ്പൊ ഇതുകൊണ്ട് ഉണ്ടായ ഒരു സംഗതി, 1900 അതിവർഷമല്ലായിരുന്നു, 2000 ആയിരുന്നു. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയാവോ? ഞാൻ ഒന്നുകൂടി പറയാതെ, ഈ അദ്ദേഹം ചെയ്ത ഒരു സംഗതി എന്ന് പറയുന്നത്, നൂറ്റാണ്ട് സംവത്സരങ്ങളായ 1700, 1800, 1900 എന്നിവ അതിവർഷങ്ങളല്ല. 400 ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിവർഷങ്ങളാണ്. ഉദാഹരണം 1600, 2000. മനസ്സിലായി? അപ്പൊ നൂറ്റാണ്ടുകളിലാണ്, അല്ലാതെ 4 വർഷം കൂടുമ്പോഴല്ല, നൂറ്റാണ്ടുകളിലുള്ള ആ വ്യത്യാസം, അതാണ് അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്തത്, ഗ്രിഗറി മാർപ്പാപ്പ. അപ്പോൾ എന്താണ് ഒരു വ്യത്യാസം ഉണ്ടായത്? എന്താണ്? അപ്പോൾ ഈ 1552, 1700 കാലയളവിൽ 10 ദിവസത്തെ വ്യത്യാസമായിരുന്നു. 128 വർഷം കഴിയുമ്പോൾ ഒരു ദിവസം കൂടി കൂടുമല്ലോ. അപ്പോൾ 1700 മുതൽ മാർച്ച് 1 മുതൽ 1800 ഫെബ്രുവരി 28 വരെ വരുമ്പോൾ 11 ദിവസത്തെ വ്യത്യാസവും. 1800 മാർച്ച് 1 മുതൽ 1900 മാർച്ച് ഫെബ്രുവരി 28 വരെ വരുമ്പോൾ 12 ദിവസത്തെ വ്യത്യാസം. 1900 മുതൽ 2100 വരെ ഫെബ്രുവരി 28 വരെ വരുമ്പോൾ 13 ദിവസത്തെ വ്യത്യാസം. ഇപ്പം അതാണ്. ഇനി 2100 മുതൽ 2200 വരെ വരുമ്പോൾ 14 ദിവസത്തെ വ്യത്യാസം വരും. അപ്പോൾ ഇപ്പൊ 13 ദിവസത്തെ വ്യത്യാസമുണ്ട് ഗ്രിഗോറിയൻ കലണ്ടറും ജൂലിയൻ കലണ്ടറും തമ്മിൽ. ഇതുകൊണ്ടാണ് യാക്കോബായ സഭയിലും ഓർത്തഡോക്സ് സഭയിലും ഒക്കെ ഈ തിരുനാളുകൾ, ക്രിസ്ത്യൻ തിരുനാളുകൾ 13 ദിവസത്തെ വ്യത്യാസത്തിൽ വരുന്നത്. നമുക്ക് ഈ ഗ്രിഗോറിയൻ പഞ്ചാംഗം ഒന്നുകൂടി ഇച്ചിരിയുടെ അടുത്തൊന്നും കാണാം. ഗ്രിഗോറിയൻ പഞ്ചാംഗ രീതി അനുസരിച്ച് ഓരോ സംവത്സരവും 365.2425 ദിവസമാണുള്ളത്. സൂര്യവത്സരം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭൂമി സൂര്യനെ കറങ്ങാനെടുക്കുന്ന സമയം, അതുകൊണ്ട് വളരെ അടുത്ത് വരുന്നു. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, 26 സെക്കൻഡിന്റെ വ്യത്യാസം. അപ്പോൾ 3333 വത്സരങ്ങൾ കൂടുമ്പോഴേ ഒരു ദിവസത്തെ തിരുത്തൽ വേണ്ടു. ജൂലിയൻ കലണ്ടറിൽ എല്ലാ 128 വർഷത്തിലും തിരുത്തൽ വേണം, അല്ലെങ്കിൽ ഈ ദിവസ വ്യത്യാസം വരും.
ഈ ഗ്രിഗോറിയൻ കലണ്ടറിൽ 3333 വത്സരം കഴിയുമ്പോൾ അപ്പോഴാണ് ഒരു ദിവസത്തെ വ്യത്യാസം വരിക. 26 സെക്കൻഡാണ് ഈ ഭൂമി സൂര്യനെ ചുറ്റുന്നതുമായിട്ട് നമ്മൾ യോജിപ്പിച്ച് ഇണങ്ങി വരുമ്പോൾ 26 സെക്കൻഡ് വ്യത്യാസം അപ്പോഴും വരും. ആ 26 സെക്കൻഡ് 3333 വർഷം കഴിയുമ്പോൾ ഒരു ദിവസമായിട്ട് മാറും. അപ്പോൾ 3333 വർഷം കഴിഞ്ഞിട്ട് മതി ഈ ഒരു ദിവസത്തെ തിരുത്തൽ. അതാണ് ഈ ജൂലിയൻ കലണ്ടറിന്റെ മേലെ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ മെച്ചം എന്ന് പറയുന്നത്. എന്താണ് വാസ്തവത്തിൽ മെച്ചം എന്ന് പറയുന്നത്? ഈ തിരുനാൾ ആഘോഷിക്കൽ മാത്രമല്ലല്ലോ കാര്യങ്ങൾ. ഈ പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പരിസ്ഥിതി സംരക്ഷണം, പരിസ്ഥിതി ആസൂത്രണം, ഇതെല്ലാം ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി സ്ഥിരതയുണ്ടാകും. ഈ ജൂലിയൻ കലണ്ടർ ഉപയോഗിച്ചാൽ അത്ര സ്ഥിരതയുണ്ടാകില്ല. ഉയർപ്പ് തിരുനാളിന്റെ തീയതിയിലും മറ്റും വലിയ മാറ്റം വരാതിരിക്കാനാണ് ഗ്രിഗോറിയൻ മാർപ്പാപ്പ നടപ്പാക്കിയതെങ്കിലും അത് പരിതസ്ഥിതിയുമായിട്ടും അന്തരീക്ഷവുമായിട്ടും പ്രകൃതിയുമായിട്ടും കുറെ കൂടി ഇണങ്ങി ചേരുന്ന ഒരു കലണ്ടറാണ്. ഭൂമിയിലുള്ളവർക്ക് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് വടക്കോട്ടോ തെക്കോട്ടോ 6 മാസം വീതം സഞ്ചരിക്കുന്നതായിട്ട് അനുഭവപ്പെടും. നമ്മളൊക്കെ ഭൂമിയിലുള്ളവരാണല്ലോ. അപ്പോൾ ഭൂമിയിലുള്ളവർക്ക് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് വടക്കോട്ടോ തെക്കോട്ടോ 6 മാസം വീതം സഞ്ചരിക്കുന്ന അനുഭവപ്പെടുന്നു. അതൊരു പ്രതിഭാസമാണ്. നമ്മൾ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ആ പ്രതിഭാസം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അതിനെയാണ് അയനം എന്ന് പറയുന്നത്. അയനം സഞ്ചാരം, ലക്ഷ്യസ്ഥാനം എന്നൊക്കെ അർത്ഥമുണ്ടെന്ന് ഞാൻ തോന്നുന്നു. പിന്നെ ഭൂമിയുടെ ഒരു ചെരിവുണ്ടല്ലോ, 23.5 ഡിഗ്രി ചെരിഞ്ഞാണ്. അപ്പോൾ ഈ സൂര്യന്റെ അയനവും പിന്നെ ഈ ഭൂമിയുടെ 23 ഡിഗ്രി ചെരിവും ഇതെല്ലാം മൂലമാണ് ഋതുഭേദം ഉണ്ടാകുന്നത്. ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഇപ്പോൾ യൂറോപ്പിലെ രീതി അനുസരിച്ച് പറഞ്ഞാൽ 4 ഇല്ലേ, വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശിശിരം. നമ്മുടെ നാട്ടിൽ അതിനേക്കാൾ കൂടുതലുണ്ട്. വർഷകാലമുണ്ട്, അങ്ങനെ കുറച്ചുകൂടിയൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഈ 23 ഡിഗ്രി ഭൂമി ഇങ്ങനെ ഒരല്പം ചെരിഞ്ഞിരിക്കുന്നു. പിന്നെ സൂര്യൻ്റെ ഈ സഞ്ചാരം, അയനം. അപ്പോൾ വടക്കോട്ടുള്ള സഞ്ചാരത്തെ ഉത്തരായനം എന്ന് പറയും. അതായത് മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 21 വരെ സമ്മർ സോൾസ്റ്റിസ് എന്ന് പറയുന്ന ഈ ഉത്തരായനമാണ് വടക്കോട്ടുള്ള സഞ്ചാരം. തെക്കോട്ടുള്ളത് ദക്ഷിണായനം എന്ന് പറയും, സെപ്റ്റംബർ 23 മുതൽ മാർച്ച് 30 വരെ. ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ അയനം മൂലവും ഈ ഭൂമിയുടെ ഈ ചെരിവ് മൂലമാണ് ഋതുക്കളൊക്കെ ഉണ്ടാകുന്നത്. ഈ നമ്മുടെ പ്രകൃതിയിലെ ഋതുക്കളോട് ചേർന്ന് പോകാൻ നല്ലത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. ഇപ്പം കർഷകർ എന്നാണ് വിത്ത് വിതയ്ക്കേണ്ടത്, കൊയ്യേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഞാറ്റുവേല എന്ന് പറയും. ഞായർ എന്ന് വെച്ചാൽ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാറ്റുവേല. തിരുവാതിര ഞാറ്റുവേല എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഞാറ്റുവേല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായർ എന്ന് വെച്ചാൽ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടത്. സൂര്യൻ്റെ ഈ അയനം സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ട് ഋതുക്കളും ഉണ്ടാകുന്ന ഈ ഭൂമിയുടെ ചെരുവ് അതനുസരിച്ച് ഋതുക്കൾ ഉണ്ടാകുന്നു. അതനുസരിച്ച് തിരുവാതിര ഞാറ്റുവേല അല്ലെങ്കിൽ അങ്ങനെ ഇല്ല, കാർഷിക വൃത്തിയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിതയും കൊയ്ത്തും ഒക്കെ, വനങ്ങളുടെ സംരക്ഷണം, മഴ, ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഇതിനോടൊക്കെ ചേർന്ന് പോകുന്ന ഒരു കലണ്ടർ എന്ന് പറയുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. അപ്പോൾ ഉയർപ്പ് തിരുനാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല ഈ ഗ്രിഗോറിയൻ കലണ്ടർ. മാത്രമല്ല, ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് മാർച്ചിലെ വസന്തകാല വിഷുവം, അതായത് രാത്രിയും പകലും തുല്യമായിരിക്കുന്ന ദിവസം എന്നും മാർച്ച് 21 ആയിരിക്കും. ഏകദേശം വലിയ വ്യത്യാസം വരില്ല. നൂറ്റാണ്ടുകൾ ഈ കുറേ ഇല്ലേ, സഹസ്രങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും. പിന്നെ ഭൂമിയുടെ സ്പീഡ് ചെറിയതായിട്ട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു പറയണു. അപ്പം അതനുസരിച്ചൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുമായിരിക്കാം. എങ്കിലും ഈ ജൂലിയൻ കലണ്ടർ അനുസരിച്ചുള്ള അത്രയും വലിയ 128 വർഷം എന്ന് പറഞ്ഞാൽ അത്ര വലിയ നീണ്ട വർഷമല്ല. അപ്പോൾ അങ്ങനെ വരുന്ന മാറ്റമൊന്നും ഈ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഉണ്ടാകില്ല. ഈ വസന്തകാല വിഷുവം എന്ന് പറയില്ലോ, രാത്രിയും പകലും തുല്യമായിരിക്കും ദിവസത്തെയാണ് പറയണേ. അത് മാർച്ച് 21 ആയിരിക്കും. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്ന ദിവസമാണത്. ഈ വേർണൽ എക്വിനോക്സ് എന്നാണ് അതിനെ പറയുക. ഈ വസന്തകാല വിഷുവം എന്ന് പറഞ്ഞാൽ വേർണൽ എക്വിനോക്സ്. അതുപോലെ ശൈത്യകാല വിഷുവം എന്നും ഡിസംബർ 21 ആയിരിക്കും. അത് ഏറ്റവും ശൗത്യമുള്ള ദിവസം. ഇങ്ങനെ തീയതികൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നെങ്കിലും ഈ വടക്കൻ അർദ്ധഗോളത്തിലുള്ള കാലാവസ്ഥയുടെ നേർ വിപരീതമായിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിലുണ്ടാകുക. ആ സത്യം ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ തീയതികളിൽ നിശ്ചയിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ ഗുണം എന്ന് പറയുന്നത് വടക്കൻ അർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലുള്ള സംഗതികൾ നേർ വിപരീതം, അതും നിശ്ചിതമായിരിക്കും. ഇപ്പം ഡിസംബറിലെ തീയതി വടക്കൻ അർദ്ധഗോളത്തിൽ ഏറ്റവും തണുപ്പുള്ള ദിവസമാണെങ്കിൽ അത് തെക്കൻ അർദ്ധഗോളത്തിൽ
ഭൂമധ്യരേഖയ്ക്ക് തെക്കുള്ള ആഫ്രിക്ക, ദക്ഷിണ അമേരിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ അവിടെയൊക്കെ അത് ഏറ്റവും ചൂടുള്ള ദിവസമായിരിക്കും. അതായത് പ്രകൃതിയുടെ താളവുമായിട്ട് ഏറ്റവും ചേർന്ന് പോകുന്ന ഒരു കലണ്ടറാണ് ഈ ഗ്രിഗോറിയൻ കലണ്ടർ. പിന്നെ മൃഗങ്ങളുടെ, മത്സ്യങ്ങളുടെ, പക്ഷികളുടെ ദേശാടനം അത് ട്രാക്ക് ചെയ്യാനും അതിനനുസരിച്ചുള്ള ഒരുപാട് സംഗതികളുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ട്രോളിംഗ് നിരോധനമൊക്കെ ഈ മത്സ്യങ്ങളുടെ പ്രജനനവുമൊക്കെ ബന്ധപ്പെട്ടാണ്. ഇതെല്ലാം ഈ പ്രകൃതിയുമായി ചേർന്ന് പോകുന്നതാണ്. അതിനോട് ഏറ്റവും അടുത്ത് ഇണങ്ങി വരുന്ന ഒരു കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ. തീർച്ചയായിട്ടും തിരുനാളുകൾ ആഘോഷിക്കാനായിട്ട് ജൂലിയൻ കലണ്ടർ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. തിരുനാളുകൾ ആഘോഷിക്കാൻ ആ കലണ്ടർ ഉപയോഗിക്കാം. മറ്റു കാര്യങ്ങൾക്ക് ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിക്കാം. എങ്കിലും ജൂലിയൻ കലണ്ടർ അത്ര പരിശുദ്ധമാണ് എന്ന് കരുതാൻ പാടില്ല. കാരണം ജൂലിയസ് സീസർ ഒരു ജ്യോത്സ്യൻ പറഞ്ഞ അനുസരിച്ച് തയ്യാറാക്കിയതാണ് ജൂലിയൻ കലണ്ടർ. അതിൽ ഈ പറഞ്ഞ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 128 വർഷം കഴിയുമ്പോൾ ഒരു ദിവസത്തെ വ്യത്യാസം വരും. 1250 ദിവസം കഴിയുമ്പോൾ 10 ദിവസത്തെ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് അത് പരമപരിശുദ്ധമായ കലണ്ടറാണ് എന്ന് കരുതാൻ പാടില്ല ജൂലിയൻ കലണ്ടർ. അതനുസരിച്ച് തിരുനാൾ ആഘോഷിക്കുന്നത് തെറ്റൊന്നുമില്ല. മറ്റു കാര്യങ്ങൾക്ക്, കാർഷിക വൃത്തിക്കും മറ്റു കാര്യങ്ങൾക്കും ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിക്കുന്നതിലും തെറ്റൊന്നുമില്ല. അതേസമയം അതത്ര പരിശുദ്ധമല്ല. പിന്നെ ഗ്രിഗറി മാർപ്പാപ്പയാണ് ഈ ഗ്രിഗോറിയൻ കലണ്ടർ ആസൂത്രണം ചെയ്തത് എന്ന് കരുതി അത് സ്വീകരിച്ചാൽ മാർപ്പാപ്പയുടെ പരമാധികാരം അംഗീകരിക്കും തുല്യമാകും എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും അത് പ്രശ്നമാണ്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഈ മാർപ്പാപ്പയുടെ പരമാധികാരം അംഗീകരിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ അതിന് ഇഷ്യൂ. നമുക്ക് പ്രകൃതിയോട് ചേർന്ന് പോകാൻ കഴിയുന്ന ഒരു സംഗതിയാണെങ്കിൽ അത് സ്വീകരിക്കാൻ തെറ്റില്ല. അത് മാർപ്പാപ്പ പറഞ്ഞതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് നിശ്ചയിക്കാനും കഴിയണം. രണ്ടിനും രണ്ടിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. ഇങ്ങനെയാണ് 13 ദിവസത്തെ വ്യത്യാസം എന്തുകൊണ്ടാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, തിരുനാളുകൾ ആഘോഷിക്കാൻ ജൂലിയൻ കലണ്ടർ ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല. മറ്റു കാര്യങ്ങൾ ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിക്കാം. അതേസമയം അത്ര പരിശുദ്ധമായ കലണ്ടർ അല്ല ഈ ജൂലിയൻ കലണ്ടർ. ഗ്രിഗോറിയൻ കലണ്ടർ മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ പേരിൽ സ്വീകരിക്കാതിരിക്കേണ്ട കാര്യവുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.